ബൈ ബൈ. എന്നാ നിന്റെ പേര്? 1 2 3 4 വ്ലോഗ് ചെയ്യണയാ. വ്ലോഗ് ചെയ്യ ഇത് വെച്ചിട്ട് വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മൂന്നാറിലെ രണ്ടാമത്തെ ദിവസം. ഏകദേശം 7 മണിയായിട്ടുള്ളൂ. വരണം പറഞ്ഞത് അവിടെ കോട്ടയച്ചിൽ രാവിലെ ചായയും കാപ്പിയും കിട്ടുന്ന. അപ്പോൾ ഒന്ന് നടന്നിട്ട് വരാമെന്ന് ഞാനും വെച്ചു. ഇത് കൊള്ളാലോ. നമുക്ക് ഇങ്ങോട്ട് കിടക്കാനൊന്നും പറ്റില്ല. താഴേക്കൊന്ന് ഇറങ്ങി നടക്കാം. നല്ല ക്വയറ്റാ. എനിക്ക് റിലേ ഇങ്ങനെ വന്നേ ഉള്ളൂ മൊത്തത്തിൽ. എന്താ ചേച്ചിമാര് എനിക്ക് തയ്യാറാവണേ. ഹലോ ഹലോ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ വേല സൂപ്പർ. ഹൗ സ്വീറ്റ് ദേ ആർ. അല്ലെങ്കിലും തമിഴ് ചേച്ചിമാര് ரொம்ப 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 നല്ല ചേച്ചിമാരാ. അത് മതി. എന്താണ് ഈ കവറൊക്കെ? ഹലോ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കവറില അവര് ഇത് തേയില നുള്ളണത്. ഓ എന്താ ദൈവമേ, അത് ചിന്തിച്ചിട്ട് പോലും കിട്ടുള്ള തലയില്. ചേച്ചിമാരൊക്കെ എഴുന്നേറ്റ് തോട്ടത്തിലൊക്കെ പണിയണവരാ. ഒക്കെ അവര് താമസിക്കുന്ന ചെറിയ വീടുകളാണ്, ചെറിയ കെട്ടിടങ്ങള്. ഇവിടെയൊക്കെ ഈ തോട്ടത്തിലുള്ള പണിക്കാര് താമസിക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെയുള്ള ഇപ്പൊ ഈ കണ്ണൻദേവൻ ഇവരുടെ ടീ എസ്റ്റേറ്റുകളാണ് ഈ കാണുന്നത്. ഇവര് തന്നെ കൊടുക്കുന്നതാണത്, താമസിക്കാനുള്ള സൗകര്യങ്ങളും. ഇവരെത്ര വർഷം സർവീസിൽ നിൽക്കണം അത്രയും വർഷം അവർക്കൊരു കുടുംബമായിട്ട് താമസിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എല്ലാം ഈ ഷീറ്റ് ഇട്ട വീടുകളാണ്. തടികളൊക്കെ ഇവർക്ക് ആവശ്യത്തിന് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് കുക്കിങ്ങും പരിപാടികളൊക്കെ. ഓൾഡ് മൂന്നാർ മസ്റ്റർ. എന്താണ് സംഭവം? തമിഴാണല്ലോ മുഴുവൻ എഴുതി വെച്ചേക്കണേ. ഓ, വ്ലോഗ് ചെയ്യണേ. ചേട്ടൻ ഇവിടുത്തെ ആളാണോ? ഓക്കെ ഓക്കെ. ഗവൺമെന്റിന്റെ ആണോ അത്? ആ, ടാറ്റയുടെ ഓഫീസാണത്. ഓ, ടാറ്റയുടെ ഓഫീസാണല്ലേ? ആടി. ഓക്കെ ഓക്കെ. ഞങ്ങൾ കോതമംഗലം. ഇവിടെ സീൻ ലോഡ്ജ് ഇല്ലേ? ആൾക്കാരാണോ? അല്ലല്ല, ഇവിടെ ഞങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വന്നു. സാർ ഇവിടെ എന്താണ് ജോലി ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതാണ് സംഭവം. KDHP കമ്പനി, കണ്ണൻ ദേവൻ ഹിൽസ് കമ്പനി ടീ ടേസ്റ്റിംഗ് സെന്റർ. ഓ, ചായ രുചിച്ചു നോക്കി. അയ്യോ, ചായയല്ല, ചായപ്പൊടി. അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം. ഇന്നലെ കണ്ട അമ്മച്ചി പറഞ്ഞായിരുന്നേ, അവിടെ ബ്രസീലമ്മച്ചി ഇല്ലേ? ബ്രസീലമ്മച്ചി എന്ന് പറഞ്ഞാൽ ബ്രസീലമ്മച്ചി ജനിച്ചത് ബ്രസീലിലാണ്, ജനിച്ചത് ഫ്രാൻസിലാണ്. അവിടെ നിന്ന് അൾജീരിയയിലേക്ക് പോയി, അൾജീരിയയിൽ നിന്ന് വീണ്ടും ഫ്രാൻസിലേക്ക് വന്ന് യുദ്ധത്തിന്റെ സമയത്ത്. പിന്നെ അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് അവര് ബ്രസീലിലേക്ക് മൂവ് ചെയ്തു. കുറെ നാട് ചുറ്റി നടക്കുന്ന ആളാണ് കേട്ടോ. വംശി പറഞ്ഞു ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അമ്പലം എവിടെയാണോ? ഇവിടെ വേറൊരു ബിൽഡിംഗ് ആണ്. ഒക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പണിതിട്ടുള്ള ബിൽഡിംഗ് ആവാനാ ചാൻസ്. ഓ, ഇതാണ് അമ്പലം.
അവിടെ ഇങ്ങോട്ടാ അങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെയാണോ? രാവിലെ തോട്ടത്തിലേക്കുള്ള പണിക്കാരാ. இவன் கூட வாங்கிட்டு வந்தாங்க, எனக்கு வாங்கிட்டு வந்தாங்க. ചേട്ടാ ചോദ്യം, ഇവിടെ ടെമ്പിൾ ഇരിക്കാ ഇങ്ക? കീഴே ഇരിക്കാവാ? ഓക്കെ. പ്രൈവറ്റ് പ്രോപ്പർട്ടി KDHP കണ്ണൻ ദേവൻ ഹിൽസ്, അവരുടെ തോട്ടമാണ്. ഞാൻ എങ്ങോട്ടായി നടക്കണേന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഓക്കെ, ഇതാണ് അമ്പലം. ഇവിടെ ഇവരുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അപ്പൊ ചുമ്മാ മുന്നോട്ട് നടക്കാം. വഴി എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. ഓൾഡ് മഹാരാഷ്ട്ര ലേബർ ക്ലബ് ക്യാൻറ്റീൻ. മേളിലൊരു വഴി കാണണ്ടേ, അങ്ങോട്ടൊന്ന് കയറി നടന്നു നോക്കാം. ഓ, പഴയ ഒരു പെര നോക്കി. ആഹാ, അതിലേക്ക് കിളി കയറിപ്പോയല്ലോ. ഇതെന്നാ സംഭവം? അത് തൊഴുത്താ. അത് പശുവിനെ കണ്ട ഇത് കയറി കഴിഞ്ഞാൽ ഇവര് 1 2 3 4 വെള്ളമൊക്കെ തുറന്നിട്ടിട്ട് നോക്കണയാൾ എവിടെ പോയോ? അണ്ണന്മാരെ ഇന്ന് ഞാൻ ഇടി മേടിച്ച് കൂട്ടും. അയ്യോ, അടുത്ത സൂപ്പർവൈസർ വന്നിട്ടുണ്ട്. മാമൻ അതിലേ ഇറങ്ങിപ്പോട്ടെ, നമുക്കിതിലേ കയറാം. പണിക്കാർ താമസിക്കുന്ന സ്ഥലമായിരിക്കും. എല്ലാത്തിനും ഒരു പച്ച കളർ. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് അവിടെ ഇരിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം എന്നാ പറയാ, ആടാ കുട്ട എന്നാടാ എന്നെ വീട്ടു എന്റെ കാണിക്കണേ. എന്റെ മേത്ത് മുഴുവൻ ചെളിയാക്കി. നീ എന്നതാടാ കാണിക്കണേ? നോ, നീ ആളെ വിളിച്ചുവിട്ട് എന്നെ കടിക്കാനുള്ള പരിപാടിക്കാണോ? ആണ്ടേ, വഴി ഇവിടം വരെ ഉള്ളു. എന്നാ നിന്റെ പേര്? ഒന്നുമില്ലടാ, ബിസ്ക്കറ്റും ഇല്ല, ഒരു സാധനമില്ല, ഒന്നുമില്ലടാ കുട്ടാ. ദൈവമേ, അവൻ വീണ്ടും പുറകെ. ഇല്ലടാ ഒന്നും. ഓടാ ഡാ. ഓ, ഹലോ ആൻറ്റി, ഗുഡ് മോർണിംഗ്. പിക്കിംഗ് ഫ്ലവേഴ്സ്, കർണാടക. ഇതെല്ലാം കോഴിയാണോ? കോഴി തന്നെ. ഓക്കെ, ആൻറ്റി കോഴീനെ വളർത്തുന്നതാണ് കേട്ടോ. ചെറിയ നമ്മുടെ തന്നെ കോഴിക്കോടും പരിപാടി. ആൻറ്റി എവിടെ നിന്നാന്ന് വെച്ചപ്പോ കർണാടക എന്ന് പറഞ്ഞ, മലയാളി എന്ന് പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന അത്ര വിലയില്ല. വേറെ വല്ല നാടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു കുഴപ്പമില്ല, എനിക്കും ഒരു കുഴപ്പമില്ല. എടാ, നീ എന്റെ പുറകെ തന്നെ ഉണ്ടാ. എടാ പോടാ, എന്റെ കയ്യില് ഒന്നുമില്ലടാ കുട്ടാ, പോടാ ഡോഗ്. പോയി ചുമ്മാ ഇങ്ങനെ നടക്കാണ് പുതിയ മൂന്നാറിൽ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താ രസം. ഇതാരാണിത്? എന്റെ പൊന്നോ, അയ്യോ, ഓരോ വന്നെ തോളത്തിരിക്കും. ഒരു 100 വ്യൂസ് കൊടുത്തേ. തലയുടെ മണ്ടയ്ക്ക് വരണം വന്നിരിക്കും. വ്യൂസ് വിടാനാണ് ചിത്രയോട് തന്നെ ഒരു 10 തവണ കാണാൻ പറഞ്ഞാൽ പോരെ അല്ലേ? ഇത്ര വഴി ഇരിക്കാ എങ്ക നോ. ഓക്കെ, ഇവിടെ വരെ ഉള്ളു അല്ലേ? വഴിയെല്ലാം തീർന്നു. പിന്നെ തിരിച്ച് വേറെ വഴി. അവരതിന് ഫീഡ് ചെയ്യണയാണ് കേട്ടോ. തീറ്റ ഇട്ട് കൊടുത്ത് ദിവസം ഇട്ട് കൊടുത്താ വന്നിരിക്കുമല്ലോ. ഇതുപോലെ എവിടെയോ ഇങ്ങനെ പറന്നു പോകണ സിനിമയിൽ കാണാറുണ്ടല്ലോ. ഡൽഹിയിലത്തെ വീഡിയോ ആണ്. ഈ സിനിമയിലൊക്കെ സ്ഥിരം കാണിക്കണ ഒരു സ്ഥലമല്ലേ?
രാവിലെ ചേച്ചിമാര് വർക്ക് ചെയ്യാനായിട്ട് ഫാക്ടറിയിലേക്ക് വന്നതാണ്. നല്ല കെട്ടൊക്കെയായിട്ട് ചേച്ചിമാര് പോകുന്നുണ്ട് വർക്ക് ചെയ്യാൻ. ഹലോ, മലയാളം നോ? എന്നാ ലാംഗ്വേജ് അറിയോ? ഞാൻ വീണ്ടും ശശി. ബൈ ബൈ. ടാറ്റാ. പാവം ചേച്ചിയോട് ഞാൻ മലയാളം എന്ന് പറഞ്ഞപ്പോ അതിനും റെസ്പോണ്ട് ഇല്ല. എന്നാ ലാംഗ്വേജ് തെറിയും അതിനും ഇല്ല. സ്വാഭാവികം. ചായ പോയി നോക്കാം. ഒരു ടീ സാപ്പിടുങ്ങളാ. അങ്ങനെ പുതിയ മൂന്നാറ് ടൗൺ വഴിയിലേക്ക് എത്തുകയാണ്, ഹൈവേയിലേക്ക്. ആ വഴി പോയാൽ നമ്മള് കോതമംഗലം എറണാകുളം ഡയറക്ഷനിലേക്ക് പോകും. എങ്ങോട്ടേക്ക്? പഴയ മൂന്നാറ് ടൗണിലേക്ക്. ഇതാണ് ഞാൻ പറയാറുള്ള എൻ്റെ ഫേവറേറ്റ് വീട്. അത് ഹോട്ടലാണോ എന്ന് എനിക്ക് സംശയം. ഒരു ഹോട്ടലാണെങ്കിൽ അവിടെ റൂം എടുത്തൊരു ദിവസം താമസിക്കണം. എല്ലാ തവണ വരുമ്പോഴും ഞാൻ ഈ വീടിന്റെ പിക്ചേഴ്സും ഇതൊക്കെ എടുക്കും. കാറിൽ പോണോ ചേട്ടന്മാർ കൈ നോക്കി കാണിക്കുക. ചായ അന്തരം ബോണ്ട, സവാളവട, ഉള്ളിവട. തണുപ്പ് രാവിലെ നല്ല ചൂട് ചായ കുടിക്കണേന് സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എവിടെയാണ്? എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റാ? മൂന്നാറൊക്കെ സുഖം പിടിച്ച് വന്ന് സുഖം പിടിച്ച് ഇങ്ങനെ കിടക്കുവാണോ? നമുക്ക് ഇതിന് പോവണ്ട ഇനി കറങ്ങാൻ. ഹാപ്പി അല്ലേ കുഞ്ഞുണ്ണി? യെസ്. ഇനി നമുക്ക് ചായ കുടിക്കണം, ഫുഡ് കഴിക്കണം, മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് വീണ്ടും കറങ്ങാൻ പോകണം. ഓക്കെ, അപ്പൊ ഫ്രഷ് ആവും. യാ, ഓക്കെ.